നമസ്കാരം. ശേഷം വെള്ളിത്തിരയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. നെബുവിന്റെ രണ്ടാം ഭരണവർഷം രാജാവിന് ചില സ്വപ്നങ്ങളുണ്ട്. തന്മൂലം അവന്റെ മനസ്സ് കലങ്ങി ഉറക്കം നഷ്ടപ്പെട്ടു. സ്വപ്നം വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശുദ്രപ്രയോഗക്കാരെയും കൽദായരെയും വരുത്താൻ രാജാവ് കൽപ്പിച്ചു. അവരെല്ലാവരും രാജസന്നിധിയിൽ വന്നു. രാജാവ് അവരോട് പറഞ്ഞു, എനിക്കൊരു സ്വപ്നമുണ്ട്. അതിന്റെ അർത്ഥം അറിയാൻ എനിക്ക് ഉൾക്കണ്ടയുണ്ട്. Dr. Samuel is not reachable. Maybe they are here. What the hell? Who are you? Tell me! It's Christmas. Emergency. What is your location? It wasn't just a dream. He must be there at his place. There is a much deeper level to this dream. ഈ താഴ്വരയിൽ എനിക്ക് നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇന്ന് പുത്തൻ സിനിമയുടെ വിശേഷവുമായി 4 പേരാണ് അതിഥിയായി ഉള്ളത്. സിനിമയുടെ പേരിൽ തന്നെ ഉണ്ട് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് സിനിമ ഹൂ എന്താണിത്, അതിൽ തന്നെ പേരിൽ തന്നെയാണ് ഇതിൽ. 4 പേർക്കും സ്വാഗതം. എന്താണ് ഹൂ? ഇവിടെയാണ് ചോദ്യം. ഹൂ എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ആദ്യത്തെ ടൈം ട്രാവൽ സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ കുറച്ച് ജോണേഴ്സിലാണ് ഈ ലോകത്തിൽ തന്നെ സിനിമയുള്ളൂ, ഈ ഒരു ജോണേഴ്സിൽ. അപ്പോൾ ഹൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെർക്കാഡ എന്ന് പറയുന്ന ഒരു നിഗൂഢമായ താഴ്വരയിൽ ഒരു ക്രിസ്മസ് ദിവസം നടക്കുന്ന വളരെ വിചിത്രമായ കുറച്ച് ഇവൻറ്റ്സുകളാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അതാണ് ഹൂ. അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഹൂ, ആരാണ് ഹൂ, എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് അതെ സിനിമ റിലീസ് അതെ അല്ലേ? അതെ, അത് തന്നെ ഒരു ചരിത്ര സംഭവമായി മാറും. തീർച്ചയായിട്ടും പടം തന്നെ ഒരു ചരിത്ര സംഭവമായി മാറട്ടെ. എങ്ങനെയാണ് ഷൈനിലേക്ക് എത്തിയത്? ഷൈനിലേക്ക് എത്തുന്നത് നമ്മളിത് അതിൻ്റെ ആദ്യം ഇതൊരു ട്രിലജിയാണ്. ഒരു 3 പാർട്ടുള്ള ഒരു സിനിമയാണ് ഇസബെല്ല ഹൂ ഗലീലിയോ. അപ്പോൾ ഞാൻ ഷൈനെ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ഇസബെല്ലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഇസബെല്ലയുടെ കഥ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇസബെല്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഇസബെല്ലയാണോ, അല്ലെങ്കിൽ ഇസബെല്ലയാണെങ്കിലും ഹൂ ആണെങ്കിലും ഏത് ആദ്യം റിലീസ് ചെയ്താലും ഒരു പ്രശ്നം വരാത്ത തരത്തിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ രണ്ടും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ കുറച്ച് ആദ്യം ഒരു ഹൂ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഇതെടുക്കുമായിരുന്നു, ഡിസിഷൻ. കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലോട്ട് ഹൂ ആണ്. ഒത്തിരി കഥാപാത്രങ്ങളില്ലാന്ന് തോന്നുന്നു ഈ ചിത്രത്തിൽ. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ കളക്ടർ ബ്രോ ആണെങ്കിൽ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. രാജീവ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന ഷൈൻ, ശ്രുതി, പേർലി, പിന്നെ ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്, ശ്രീകാന്ത് മേനോൻ. താരനിരകൾ ഒരുപാടുണ്ട്. കുറച്ച് പുതുമുഖങ്ങളുണ്ടെന്നുള്ളൂ. ഹോളിവുഡിൽ നിന്ന് നല്ലൊരു എഡിറ്റർ, ഒരു സംവിധാന രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഒത്തിരി പ്രതീക്ഷയാണ് മലയാളി പ്രേക്ഷകർക്കുള്ളത്. അതെ, അതിൻ്റെ ട്രെയിലറും ഇതൊക്കെ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതെ. ഷൈൻ, എങ്ങനെയുണ്ട് ഈ സിനിമയെക്കുറിച്ചൊന്ന്? ഈ കഥ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മളധികം കേൾക്കാത്ത ടൈപ്പ് ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കാണാനുള്ള താല്പര്യമുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ നമ്മൾ ഈ പറയുന്ന സ്വപ്നവും യാഥാർത്ഥ്യം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിയലായിട്ട് ഷൂട്ട് ചെയ്യാണല്ലോ. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ നോട്ടങ്ങളിലും അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഓരോ കാറ്റിൽ പോലും സൗണ്ടെല്ലാം കൊടുത്തപ്പോൾ അതിന് ജീവൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താണോ ജയ് വന്ന് പറയുമ്പോഴുണ്ടായിരുന്ന ആ ഒരു എഫക്റ്റ് അത് പടം എഡിറ്റ് ചെയ്ത് സൗണ്ട് ചെയ്ത് വന്നപ്പോൾ കിട്ടുന്നുണ്ട് കാണുന്ന ഒരാൾക്ക്. മൊത്തത്തിൽ വളരെയധികം പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ നിൽക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ സൗണ്ടിലും എല്ലാ കാര്യത്തിലും വ്യത്യസ്ത നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. പക്ഷെ അതിന് ഏറ്റവുമായിട്ട് ഈ ചിത്രത്തിൽ വ്യത്യസ്തമായ ഒരു സംഭവം എന്താണ് ഓർമ്മ വരുന്നത്? വ്യത്യസ്തമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിലെ സിറ്റുവേഷൻസ് തന്നെ നമ്മൾ സാധാരണ പടങ്ങളിൽ കാണുന്ന സിറ്റുവേഷൻസ് ഒന്നുമില്ല. അല്ലെങ്കിൽ തമാശകളോ അല്ലെങ്കിൽ ഫൈറ്റോ അല്ലെങ്കിൽ ഡാൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ സീക്വൻസുകളൊന്നുമില്ല. നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ചാണ് അധികം ഇതിൽ സംസാരിക്കുന്നത്. ജോൺ ലൂക്ക എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ അവന് ഉറങ്ങുമ്പോൾ സംഭവിക്കുന്ന സ്വപ്നം, അതിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നു. ഈ എഴുന്നേൽക്കുന്നതാണോ സ്വപ്നം, അല്ലാതെ ഉറങ്ങുന്നതാണോ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഈ സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ സിറ്റുവേഷൻസും സംഭവിക്കുന്നത് അല്ലേ? ബിഗ് ബോസിൽ നിന്ന് നേരെ പ്രൊമോഷനിലേക്ക് എത്തി അല്ലേ? ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ബിഗ് ബോസ് പോകുന്ന സമയത്ത് പറഞ്ഞു ബിഗ് ബോസിൻ്റെ അകത്തായിരിക്കുമ്പോഴായിരിക്കും സിനിമ റിലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷേ നമ്മുടെ ഫ്ലഡും ഒക്കെ വന്നതുകൊണ്ട് റിലീസ് ഇവർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിനകത്തിരുന്ന് ഫ്ലഡിൻ്റെ ആഘാതവും ഞാൻ അറിയുന്നില്ല. ബിക്കോസ് അതിങ്ങനെ വിഷ്വലി അങ്ങനെ അധികം കാണിച്ചില്ല. പുറത്തിറങ്ങിയിട്ടാണ് അറിയുന്നത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് അജയനെ വിളിക്കുമ്പോൾ സിനിമ റിലീസായോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പം ഇല്ല, ഇനിയും ടൈമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം റിലീസിന് വേണ്ടി പ്രൊമോഷനോടി നടക്കുകയാണ്. പ്രൊമോഷൻ്റെ ഓട്ടത്തിലാണ്. എന്താണ് ക്യാരക്ടറിൻ്റെ പേര് ഡൊളോറസ് എന്നാണ്. അപ്പോൾ ആദ്യം അജയ് ഈ ക്യാരക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരാളുടെ പേര് സജസ്റ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് വന്നിട്ട് കഥ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഡൊളോറസിൻ്റെ ക്യാരക്ടർ ഇന്ന ആൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അജയ് പറഞ്ഞു ഐ വോണ്ട് യു ടു ഡു ദിസ് ക്യാരക്ടർ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മമത പാർവതിയിലൊക്കെ പേര് പറഞ്ഞു. പാർവതി മമതേനെയൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പം അജയ് പറഞ്ഞത് എന്നെ വെച്ചിട്ട് ചെയ്യണം. അപ്പം അജയനെ എനിക്ക് 2011 തൊട്ട് അറിയുന്നതാണ്. അജയൻ്റെ പെർഫെക്ഷനിസ്റ്റ് എന്നുള്ളൊരു പ്രോജക്റ്റിൽ ഞാൻ സ്ക്രീൻ പ്ലേയിലും AD ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്കറിയാം അജയുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വിഷനും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഐ സെഡ് ഓക്കെ ഫൈൻ. സോ അജയ് എന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പക്ഷേ ആസ് ആൻ ആക്ടർ എനിക്ക് ഈസി ആയിരുന്നു. ബിക്കോസ് അജയ് അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാരക്ടറിൻ്റെ പേരും പേളി എന്നാണ്. പേളിയാണ് പേളി എന്നൊക്കെ പറയാം. അപ്പം ഞാനിങ്ങനെ അപ്പം ഞാൻ പറയാം എങ്കിൽ പിന്നെ ഞാനായിട്ട് തന്നെ നിന്നാൽ മതി എന്നാ പറയാം. പക്ഷേ ഈ സിനിമയിൽ പേളിയുടെ ഒരു അംശം പോലും വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് എനിക്കിതുവരെ തോന്നിയത്. പിന്നെ ഞാൻ രഞ്ജിത്ത് സാറിൻ്റെ ഞാൻ ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. വള്ളി എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. സോ പിന്നെ കാപ്പിരിത്തുരുത്തിൽ ഒരു ക്യാരക്ടർ. ഈ 2 സിനിമകളല്ലാണ്ട് പക്ഷെ അതിലും എനിക്ക് അത്രയും എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ക്യാരക്ടേഴ്സ്, ആക്ടിങ് കാലിബറോ ഒന്നും. പക്ഷെ ഈ ഒരു സിനിമയിൽ ആസ് എൻ ആക്ടർ എന്നെ നന്നായിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഭയങ്കരമായിട്ട് അത് അജയനോട് ചോദിക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. പേളിയായിട്ട് കാണാൻ കഴിയില്ല അല്ലേ? പേളിയുടെ ഒരു അംശം പോലും പാടില്ല ഇതിൽ. ഹൂലുണ്ടാവില്ല. എങ്ങനെയാണ്? ഞങ്ങളെല്ലാവരും വിസ്മയിപ്പിച്ച ഒരു കഥാപാത്രമാണ് ഡൊളോറസ്. ഞങ്ങളെല്ലാവരും വിസ്മയിപ്പിച്ച ഒരു കഥാപാത്രമാണ്. ഈവൻ നമ്മൾ കാൻസിൽ വേൾഡ് പ്രീമിയർ നടത്തിയപ്പോഴും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും. പക്ഷേ എന്താ പറയുക, അത്രയ്ക്കൊരു ഡെപ്ത് അല്ലെങ്കിൽ ഒരു റൂട്ടിംഗ് ഉണ്ട് ഈ പറയുന്ന 3 ക്യാരക്ടേഴ്സിനും. ഈ രാജീവിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും കളക്ടർ ആണെങ്കിലും ഇപ്പോൾ ഭയങ്കര ഒരു ഹിസ്റ്ററി ഉണ്ട് ഇവർക്ക്. ഇപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് കഥ പറയുകയാണെങ്കിലും ഞാൻ ആദ്യം ഇവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നില്ല. അപ്പം എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിലൊരു എന്താ പറയുക ക്യാരക്ടറിന് അല്ലെങ്കിൽ ഇതൊരു ഫാൻറ്റസിയും കൂടി ഉണ്ട്, ഒരു ഫാൻറ്റസി എലമെൻ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിനെ ഈ ഫാൻറ്റസീനെ വളരെ റിയലിസ്റ്റിക്കായിട്ട് ഇവർ പെർഫോമൻസിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, വിശ്വസനീയമാവുന്ന രീതിയിൽ. തീർച്ചയായിട്ടും അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും കാണാനുള്ള പ്രതീക്ഷയിലുള്ള പ്രഷറല്ലാതെ. അതെ. ശ്രുതി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ തന്നെ ഇൻഫാക്റ്റ് ഇവിടെ വന്നിട്ട് എല്ലാവരുടെയും ഒരു അഫെക്ഷനും എല്ലാവരുടെയും ലവ് കണ്ടിട്ട് കുറച്ചൊന്ന് നല്ല എന്താ പറയുക, കുറച്ച് ഹാർട്ട് വാർമിംഗ് ആയിരുന്നു. ഐ തിങ്ക് കേരളത്തിൽ വന്നിട്ട് വർക്കിന് വേണ്ടി വന്നിട്ട് ഒരുപാട് നാളായി. ഇറ്റ്സ് സ്റ്റിൽ ദ സെയിം. എല്ലാവരും ഇപ്പോഴും ചോദിക്കും എവിടെയായിരുന്നു, എവിടെയായിരുന്നു. ഞാൻ ഇവിടേക്ക് തന്നെയായിരുന്നു. ഞാൻ ബോംബെയിലാണ്. ഞാൻ ബേസ് ബോംബെയിലാണല്ലോ. സോ എൻ്റെ ലൈഫെല്ലാം മൊത്തം ബോംബെയിലാണ്. പക്ഷെ വർക്കിന് വേണ്ടി ഞാൻ ഇവിടെ വരും. ആൻഡ് അവിടെയും ഷോസും വെബ് സീരീസും കമേഴ്ഷ്യൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബാക്ക് ആൻഡ് ഫോർത്ത്. എന്താണ് ഇതിലെ ക്യാരക്ടർ? അരുണിമ ആവർത്തൻ. ഇമ്പോർട്ടൻറ്റ് അരുണിമയുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഷീ ഈസ് എ ക്രിമിനൽ സൈക്കാട്രിസ്റ്റ്. അപ്പോൾ എക്സ്ട്രീംലി നോളജബിൾ.
ആ നോളജിൻ്റെ കാരണം ഒരു തരത്തിലൊരു കോൺഫിഡൻസ് വരും ഒരു ഇൻഡിവിജ്വലിൽ. ആ കോൺഫിഡൻസ് അവളിൽ ഉണ്ട്. പിന്നെ ഇത്രയും ഹൈലി നോളജബിൾ ആയ കാരണം അരുണിമ ടാക്കിൾ ചെയ്യുന്ന ഓരോരോ സിറ്റുവേഷൻസ് ചിലപ്പോൾ ശ്രുതിയേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പേളിയേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും. അതാരായാലും കുറച്ച് എഡ്യൂക്കേഷൻ അത്ര ലെവൽ ക്രിമിനൽ സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ബാക്ക് സ്റ്റോറി വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിമിനൽസിൻ്റെ ഒപ്പം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമൽ സൈക്കോളജി അല്ല, നമ്മളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് വെരി ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. സോ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അരുണിമ നടക്കുന്ന അരുണിമയുടെ വോയിസ്, പിന്നെ അവളുടെ ഡ്രസ്സിങ്, അവൾ ചൂസ് ചെയ്യുന്ന കളേഴ്സ്, അവൾ ഉറക്കെ സംസാരിക്കാറില്ല. ആൻഡ് ഷീ ഈസ് വെരി കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ക്യാരക്ടറാണ്. ദാറ്റ് ഈസ് അരുണിമ ആവർത്തൻ. പിന്നെ അരുണിമയുടെ ലൈഫിലൊരു ഇൻസിഡൻറ്റ് വന്നിട്ട് ആ ഇൻസിഡൻറ്റിനെ അവൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ആ ഇൻസിഡൻറ്റിൻ്റെ കാരണം അവളുടെ ലൈഫ് മൊത്തം ഇറ്റ് ചേഞ്ചസ്. അവൾ തന്നെ ഒരു ആസ് എ ക്യാരക്ടർ അവൾ മാറിപ്പോവും. സോ ദാറ്റ് ഈസ് അബൌട്ട് അരുണിമ ആവർത്തൻ. ഷൈൻ കായംകുളം കൊച്ചുണ്ണി സൂപ്പർ ഹിറ്റ് സിനിമയിൽ നല്ല റോൾ ചെയ്തിട്ട് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ പടം റിലീസ് വരുന്നത്. 25-ാം തീയതി റിലീസ് എന്ന് എനിക്ക് 25-ാം തീയതി നമ്മുടെ കായംകുളം കൊച്ചുണ്ണി തിയേറ്ററിൽ ഉണ്ടാവും ആ സമയത്തും. അപ്പോൾ തന്നെയാണ് ഷൈൻ്റെ അടുത്ത പടം വരുന്നത്. ആ കായംകുളം കൊച്ചുണ്ണിലെ സീക്വൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. എപ്പോഴും ഷൈൻ കാണുന്ന വ്യത്യസ്തമായ റോളുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ റോളാണ് ഇതിലും ചെയ്യുന്നത്. കായംകുളം കൊച്ചിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഈ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അതോ അതിന് മുമ്പ് നടക്കുന്നുണ്ടായിരുന്നു? അതിന് മുമ്പ് വാഗമൺ ഉൾപ്പെടെ മൂന്നാർ ഉൾപ്പെടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കായംകുളം കൊച്ചിന് അവിടെ നിന്ന് കായംകുളം കൊച്ചിയിലേക്ക് വന്നു പെട്ടെന്ന് ഷൈന് മാറാൻ കഴിഞ്ഞില്ലേ? കായംകുളം കൊച്ചിന് വളരെ വേറെ ഗെറ്റപ്പാണ്, പഴയ തലമുറയിലെ ഗെറ്റപ്പ്. അതെങ്ങനെയാണ് ഉൾക്കൊണ്ടത്? ഏത് കായംകുളം കൊച്ചിൻ? കായംകുളം ഈ സിനിമയിൽ നിന്ന് പെട്ടെന്ന് മാറി കായംകുളം കൊച്ചിനിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ള മാറ്റമൊന്നുമല്ല, ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ അത് ചെയ്യുന്ന മേക്കേഴ്സിനെ പോലെ ഇരിക്കും ആക്ടേഴ്സ് എങ്ങനെയാണ് ഒരു പടത്തിൽ വരിക എന്നുള്ളത്. ഇപ്പോൾ കായംകുളം കൊച്ചുണ്ടി ചെയ്ത് റോഷൻ, സഞ്ജയ് അവരാണ്. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മാറേണ്ടതായിട്ടുള്ള റിസ്കുകളൊന്നുമില്ല. നമ്മൾ മാറുന്നില്ലെങ്കിൽ അവരത് അങ്ങനെ മാറ്റിയെടുക്കും. പിന്നെ അജയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അജയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അജയ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അങ്ങനെ ആക്കിയെടുക്കും. അങ്ങനെ നമ്മൾ ബോധപൂർവം അങ്ങനെ മാറുന്നൊന്നുമില്ല. പിന്നെ ലുക്ക് വൈസ് മാറുമ്പോൾ തന്നെ ഒരുപാട് ചേഞ്ച് ഫീൽ ചെയ്യും. മറ്റേത് 19-ാം നൂറ്റാണ്ടിലെ കഥയാണ് 1800, ഇത് 2040 മുതലുള്ള കഥയാണ്. 2040 നിന്ന് 2012 വരെയുള്ള ഒരു ടൈം. അങ്ങനെ ഒരു സബ്ജക്റ്റാണിത്. മേക്കേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ ആക്ടേഴ്സ് വരെ. നേരത്തെ പേളി പറഞ്ഞു പേളിക്ക് പേളിയാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ലൊക്കേഷൻ സമ്മതിച്ചില്ലെന്നേ. ഈ ലൊക്കേഷനിലും അങ്ങനെ ആയിരുന്നു. നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് പേളിയുടെ ആ കുട്ടിത്വവും വികൃതിത്തരവും ഒക്കെ ആയിട്ടാണ് എവിടെയും കാണുന്നത്. നമ്മളൊരു ആങ്കറിങ് സ്റ്റേജ് ഷോ ഉണ്ടായാലും പേളിക്ക് ഇപ്പോഴും സങ്കടം, പേളിക്ക് പേളിയാകാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടമാണ് ഇപ്പോഴും ഷെയർ ചെയ്യുന്നത്. സ്ക്രീനിൽ മാത്രം, അല്ലാണ്ട് അലമ്പായിരുന്നു. പിന്നെ കുറച്ചൊക്കെ സെറ്റിലും എൻ്റെ അടുത്ത് ഡൊളോറസ് എന്നൊക്കെ വിളിക്കുള്ളൂ, എന്നെ പേളിന്ന് വിളിക്കില്ല അജയും. ബിക്കോസ് ആ ക്യാരക്ടറായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് ആ പിരിവിരിപ്പുണ്ടാവുമല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടർ ആവണം. എനിക്ക് ആ ഡൊളോറസിൻ്റെ അകത്ത് കയറിയതിന് ശേഷം എനിക്ക് ഡൊളോറസിൻ്റെ ആ ക്യാരക്ടർ എല്ലാം ഇഷ്ടമായി. അപ്പം ഞാൻ പിന്നെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തപ്പോഴേക്കും ഞാൻ ഭയങ്കര ഡൊളോറസ് ആയി. ഈ മുടിയാണ് ശരിക്കും പേളി ആവുന്നത്. എനിക്ക് മുടി സ്ട്രെയിറ്റനൊക്കെ ചെയ്തു. ആ കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പോയി കുത്തി വെച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഷോർട്ടിന് മുമ്പൊക്കെ. അപ്പം ഭയങ്കര രസമായിരുന്നു അത്, ആ ഷൂട്ടൊക്കെ ചെയ്യുന്ന രീതിയും. പിന്നെ ശ്രുതിയുടെ സ്ട്രെയിറ്റ്നറൊക്കെ ഞാൻ കത്തിച്ച് കളഞ്ഞു യൂസ് ചെയ്തിട്ട്, അത് കരിഞ്ഞു. മാക്സിമം ചെയ്തു. എൻ്റെ മുടിയൊക്കെ നോർമൽ സ്ട്രെയിറ്റ്നറിലൊന്നും ആവില്ല. അപ്പോൾ അത് വേറെ, ലുക്ക് വൈസ് വേറെ, പക്ഷെ ക്യാരക്ടർ ഓൾസോ ഇസ് വെരി ഡിഫറെൻറ്റ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഡയലോഗ്സ് ആവട്ടെ, ആ ഡൊളോറസിൻ്റെ മാനറിസംസും ലൈക്ക് ഷീ സെഡ് ആ ടോണും എല്ലാം ഡിഫറെൻ്റ് ആണ്. പേർലി എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ ഡൊളോറസ് ഒരു ഇൻട്രോവേർട്ടാണ്. സോ ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇൻട്രോവേർട്ട് അല്ലാത്തതുകൊണ്ട് ഇൻട്രോവേർട്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ സംസാരിപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഉള്ളത് ഈ സിനിമയിലൂടെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി.
ഈ പേളിയല്ലാതെ ആക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കാണുമല്ലോ ഡയറക്ടർ. കുറച്ചൊരു കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുറെ എല്ലാവരും ശരിക്കും നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സിന് എല്ലാവരും. ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കും. പേളിനെയും ശ്രുതിനെയൊക്കെ ഗടാഗടിയൻ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് ഒരുപാട്. അപ്പൊ ഞാൻ പറയും ഇത്രയും വലിയ ഡയലോഗ് ഒരൊറ്റ ടേക്കിൽ പറ്റത്തില്ല, ഇതൊരു 3 ടേക്കിനുള്ളതുണ്ട്. അപ്പൊ പറയും ഞാനാണോ ഡയറക്ടർ, നീയാണോ ഡയറക്ടർ. കാരണം ബേസിക്കലി നമ്മളുടെ കഥയുടെ ഒരു മൂഡ് ലൊക്കേഷനിലും കൂടി ഉണ്ടായാൽ മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു എല്ലാവരും ഒരു ചില്ലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ വരില്ല എന്നുള്ളൊരു ഒരു തോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ എല്ലാ ടൈമിലും ക്യാരക്ടറായിട്ട് നിൽക്കാനാണ് പറയാറ് ഫുൾ ടൈം ഷൂട്ട് തീരുന്നവരെ. പക്ഷെ നല്ല രസമാണ് അജയുടെ വർക്ക് ചെയ്യാൻ. അജയുടെ ഒരു കൺവിക്ഷൻ കാണുമ്പോൾ നമുക്കും ഒരു ഡെഡിക്കേഷൻ വരും. മൂവിയുടെ അടുത്തുള്ള ഒരു ഡെഡിക്കേഷൻ. അദ്ദേഹം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാലും പിന്നെ നെക്സ്റ്റ് ഡേ ഷൂട്ടിനുള്ള ഡയലോഗ്സ് എഴുതി നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് തരിക, അത് പ്രാക്ടീസ് ചെയ്യാൻ പറയുക. ഹി റിമൈൻഡ്സ് us വാട്ട് എവർ വി ഹാവ് ടു ഡു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഡയലോഗ്സും നല്ല രസത്തിലാണ് പോകുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. ബിക്കോസ് ഇറ്റ് സിങ് സൗണ്ട്. അപ്പം നമുക്ക് വി കനോട്ട് മിസ്റ്റേക്സിന് അവിടെ സ്ഥാനമില്ല. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സൗണ്ടും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് വിശാഖയാണ്. വിശാഖിനെ കുറിച്ച് ശ്രുതി പറയും. ബിക്കോസ് ശ്രുതിയാണ് വിശാഖയ്ക്ക് വേണ്ടി ഒരു വാക്ക് റെക്കോർഡ് ചെയ്യാൻ പിന്നെയും വെക്കൊണ്ടിരുന്നത്. വിശാഖ സച്ച് എ പെർഫെക്ഷനിസ്റ്റ്. അയ്യോ, ഇത് ഫുൾ സിങ് സൗണ്ടിലെല്ലാം ഷൂട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ പോസ്റ്റിൻ്റെ സമയത്ത് ഒരു വേർഡ്, ഡ്രീം എന്ന വേർഡ്, അത് ശരിക്കും ഐ തിങ്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അത് വിശാഖയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഓക്കെ ആയിട്ട് തോന്നി. പക്ഷെ വിശാഖയ്ക്ക് അത് പോസ്റ്റിലത് എന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വിശാഖ ഒരു ദിവസം വിളിച്ചു, ശ്രുതി ഇങ്ങനെ ഒരൊറ്റ സെൻറ്റൻസ് ഉണ്ട്, അതൊന്ന് ഡബ് ചെയ്യണം, ഒന്ന് വന്നേക്കുന്നു. ശരി, കുഴപ്പമില്ല. ഞാൻ സ്റ്റുഡിയോ ഒരു സ്ഥലത്തും എൻ്റെ വീടും അത് രണ്ട് ഓഫ് ദ സിറ്റിയാണ്. പക്ഷെ ഷീ സെഡ് ഓക്കെ, വന്നിട്ട് അത് ഡബ് ചെയ്യും. പോയി ഡബ് ചെയ്തു. പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ശ്രുതി ഒരു വോയിസ് നോട്ട് അയക്കാമോ? ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ആ വാക്ക് ആ സെൻറ്റൻസ് ശരിയായില്ല. ഓക്കെ ശരി, ഒരു വോയിസ് നോട്ട് അയക്കാം. വോയിസ് നോട്ട് അയച്ചു രാത്രി. അപ്പോൾ രാത്രി ചെക്ക് ചെയ്തിട്ട് രാവിലെ മെസ്സേജ്, ആ വോയിസ് നോട്ടിൽ ഡിസ്റ്റർബൻസ്, ശ്രുതി ഒന്ന് വരാൻ പറ്റുമോ? ഓക്കെ. പിന്നെയും ഞാൻ പോയി റെക്കോർഡ് ചെയ്തിട്ട് പിന്നെയോ ഡ്രീംസ്, ആ ഒരൊറ്റ വേർഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ സെൻറ്റൻസ് റെക്കോർഡ് ചെയ്യുന്നത്, ഡബ് ചെയ്യുന്നത്. പിന്നെ അത് 5-6 ടേക്കിൻ്റെ ശേഷം പിന്നെ ഷി വാസ് നോട്ട് ഹാപ്പി. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം, എനിക്ക് ഡബ് ചെയ്യാൻ അറിയില്ല, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ആ ലെവലൊക്കെ ആയി. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഷീ ഈസ് സച്ച് എ പെർഫെക്ഷനിസ്റ്റ്. എല്ലാം ഇരുന്ന് കേട്ട് നമ്മുടെ ഒപ്പം ഇരുന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം ഇരുന്ന് സ്ട്രഗിൾ ചെയ്യും. ആൻഡ് ആ ഔട്ട്കം കിട്ടുന്നവരെ അത് വിടില്ല. സോ അതുപോലത്തെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ആയിരുന്നു. ആരും ഇപ്പോൾ വിശാഖയാണെങ്കിലും ഈവൻ വിത്ത് ഒരു നല്ലൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതേപോലെ ഞങ്ങൾ മണാലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടെ എനിക്കൊന്ന് -8 ഓർമ്മിപ്പിക്കരുത്. അങ്ങനെ ഞങ്ങൾ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പോയത്. ഒരു 2-3 ഡേയ്സിൻ്റെ ഒരു ദിനമായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കാലൊക്കെ നീലിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെറും മിഥുനത്തിലെ ഇന്നസെന്റായി മാറി, കൈയൊക്കെ കെട്ടിയിട്ട്. പുള്ളിക്കാരി ഛർദ്ദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഷോട്ടൊക്കെ കംപ്ലീറ്റ് തീർത്തിട്ടാണ് ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ആ സ്നോ ഒക്കെ വെറുത്തുപോയി. ഞാൻ ആദ്യമായിട്ട് സ്നോ കാണുന്നതും വെറുത്തതും ഒരുമിച്ചായിപ്പോയി. അതേപോലെ ഷൈന് നമ്മൾ, അതായത് ഇത് ഒരു 80% ഈ സിനിമ മഞ്ഞിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അതായത് കംപ്ലീറ്റ്ലി ടോപ്പോഗ്രാഫിയും അതുപോലെ തന്നെ ക്ലൈമറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു മഞ്ഞൊരു 5 മിനിറ്റിലേക്കൊക്കെ വരും. അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ മഞ്ഞ് പോകും. അപ്പം അതേപോലെ 4 മണിക്കൊക്കെയാണ് ഈ കോട വരിക ഈ സ്ഥലത്ത്. ഷൈനൊക്കെ ഉറക്കൊഴിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ഇരുത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ശ്രുതിയൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് ഉള്ളത്. അപ്പോൾ ഡയലോഗ്സ് ശ്രുതിക്കും കളക്ടർ ബ്രോയ്ക്കും. ഇപ്പോൾ കളക്ടർ ബ്രോ എന്ന് പറഞ്ഞാൽ ഞാൻ IAS പരീക്ഷയുടെ അന്ന് പോലും ഇത്രയും പഠിച്ചിട്ടില്ല. അപ്പം എല്ലാവരും നല്ല രീതിയിൽ. അപ്പം ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ നെൽക്കതിരൊക്കെ കാണുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഇതൊരു ആർട്ട് സിനിമയാണ്. പക്ഷെ ഇതൊരു ആർട്ട് സിനിമയല്ല. ഇതിലെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ കൊണ്ട് ഒരു പെർഫെക്ഷൻ കിട്ടിയ കുറച്ച് അവാർഡുകളാണ്. പക്ഷെ ഇത് ഒരു കമേഴ്ഷ്യൽ സ്വഭാവമുള്ള, അതായത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഷൈൻ പറഞ്ഞ പോലെ ഇതിൽ ഫൈറ്റോ ഒന്നുമില്ല. പക്ഷേ നിങ്ങളെ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന ഒരുപാട് എലമെൻറ്റ്സുകൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ഡിഫറെൻറ്റ് ഫേസ് നിങ്ങൾക്ക് കാണാം. അവർ നിങ്ങളെ ഈ ഒരു സിനിമയിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടും, ആക്ടേഴ്സ് തന്നെയാണ് ഈ സിനിമയിലേക്ക് പുള്ള് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടും വിഷ്വൽസും ഒക്കെ നന്നായിട്ട് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ സിനിമയിലേക്ക് അടുപ്പിക്കും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വട്ടം കൂടി നിങ്ങൾ പടം കാണും. അതൊരു പ്ലോട്ട് അത്ര കുറച്ചൊരു കോംപ്ലക്സ് ഉള്ളൊരു പ്ലോട്ട്. അങ്ങനെ കാണണമല്ലോ. ഇത്ര പേരെ കഷ്ടപ്പാടാണ്.
അല്ലേ അപ്പം അല്ലേ ഷൈനെ? എനിക്ക് തോന്നുന്നു ഷൈൻ നേരത്തെ പറഞ്ഞ ഉറക്കം അന്നും ഉറങ്ങിയിട്ടില്ല, ഷൈനൊക്കെ ഉറങ്ങി തീർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. പകുതി ഉറക്കത്തിൻ്റെ മൂട്ടിലാണ് കേട്ടോ ഷൈൻ ഇപ്പോഴും. ഷൈനൊന്നും എനർജി ആയിട്ടില്ലാത്ത അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ നേരത്തെ പറഞ്ഞ പേളി ഒരു കാര്യം പറഞ്ഞിരുന്നു, പേളിയായിട്ട് കാണാൻ കഴിയും ലൊക്കേഷനിൽ കുട്ടിത്തരവും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണോ ടൈം കളയാൻ കഴിഞ്ഞത് ഷൈനൊക്കെ അവിടെ ലൊക്കേഷനിൽ? അല്ലല്ല, അങ്ങനെ വേറെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന ഒരു ചെറിയ കുട്ടി, പാർത്ഥവി അല്ലേ? പാർത്ഥവി, തീവണ്ടിയിൽ ജാനകി, പാർത്ഥവി പാർത്ഥവി എന്ന് പറഞ്ഞിട്ട്. പേരങ്ങനെ തന്നെ കേട്ടെ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, നൈനിറ്റാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും അന്ന് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്നിട്ട് ബർഗർ വാങ്ങാനാണ്. ഷൈൻ്റെ പൈസ പോലെ ഞങ്ങൾ ബർഗർ വാങ്ങിക്കുക അങ്ങനെ. അല്ല അങ്ങനെയല്ല, ബേസിക്കലി നല്ലൊരു സെറ്റ് ആയിരുന്നു. ചെറിയ ക്രൂ ആണ്, ഭയങ്കര വലിയ ക്രൂ. പുള്ളിയുടെ പോലെ തന്നെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ചെന്നിറങ്ങിയത് ഒരു വയലിന്റെ നടുവിലുള്ള ഒരു എയർപോർട്ടിലാണ് അല്ലേ? പാടത്തുള്ള എയർപോർട്ട്. എയർപോർട്ട് ആണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. എവിടെ ഒരു നമുക്ക് സാധാരണ ഈ സിനിമയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നത്, നമ്മൾ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു ഇമാജിനറി പ്ലേസ് ആവണം. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ മലയാള സിനിമ കാണാത്ത ഒരു ലൊക്കേഷൻ ആവണം. അപ്പോൾ ഒരു വെർജിൻ ലൊക്കേഷൻ തന്നെയാണ്. അപ്പം ഒരു ലൊക്കേഷനിൽ അടുത്ത ലൊക്കേഷനിലേക്കൊക്കെ എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു സെക്കൻഡ് വേൾഡ് വാറിൽ അല്ലേ ഉള്ള ഒരു സെമിട്രിയിലൊക്കെ, അതൊക്കെ അങ്ങനെ ഒരുപാട് നമുക്ക് ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത ഒരുപാട് ലൊക്കേഷൻസ് നമ്മൾ നല്ല രീതിയിൽ അതൊക്കെ ഇതിന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ ബ്യൂട്ടി. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഗംഭീരമായിട്ട് മറ്റേ മഞ്ഞിലുള്ള പേളിയുടെ യാത്രയും ആ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ ചിത്രീകരിച്ചാണ്. ഒരു ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ചെയ്തിട്ടുള്ളതെല്ലാം. പക്ഷേ എൻഡ് പ്രൊഡക്റ്റിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്, ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പടം റിലീസിലേക്ക് വരുന്നത്. നമ്മൾ കണ്ടിരിക്കുന്ന വേൾഡ് ചിത്രങ്ങളിലൊക്കെ ബോളിവുഡിലൊക്കെ നല്ല എഡിറ്റിങ്. ഒരു ഡയറക്ടറായിട്ട് വന്നപ്പോൾ എങ്ങനെ തോന്നി, എങ്ങനെ വിലയിരുത്തി? അല്ല, അജയ് ആദ്യമായിട്ട് എഡിറ്റ് ചെയ്ത ചിത്രമാണ് ലാസ്റ്റ് വിഷൻ. ഞാൻ കണ്ടിട്ടുണ്ട്. റസൂൽ സാറൊക്കെ സൗണ്ട് ചെയ്ത മലയാള ചിത്രമാണ്. പുള്ളിക്ക് ഓസ്കാർ കിട്ടി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് വന്നിട്ട് ആ ഒരു ടീം തന്നെയാണ് ഇതിന്റെ ബാക്കിൽ അന്ന് തൊട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കഥയും അതിലുണ്ടായിരുന്ന ഡയറക്ടറിനൊക്കെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അജയ് ആ വഴിയാണ് ഞാൻ കണക്ട് ആവുന്നത്. പിന്നെ അജയ് വന്ന് പറയുന്നത് ഇസബെല്ല പോലത്തെ ഒരു സ്റ്റോറി, അത് നമ്മൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു സ്റ്റോറി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ചെയ്യില്ല എന്നുള്ളത്. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് കൺവിൻസ്ഡ് ആവേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇസബെല്ല പോലത്തെ സ്റ്റോറി പറയുന്നു, വേറെ ചിത്രത്തിലേക്ക് നമ്മൾ പോകുന്നു, ഹൂവിലേക്ക് മാറുന്നു. അത് എങ്ങനെ ഉൾക്കൊണ്ടത്? അല്ല, ഇസബെല്ലയുടെ തുടർച്ചയാണ് ശരിക്കും ഹൂ എന്ന് പറയുന്നത്, വേറൊരു ചിത്രമല്ല. അപ്പോൾ ഇത് 3 പാർട്ടായിട്ട് തന്നെ 3 പാർട്ടായിട്ട്. പക്ഷെ 3നും ഒരു എൻറ്റിറ്റി ഉണ്ട് സെപ്പറേറ്റ്. ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്യണം, ഇനി 2 പാർട്ട് ഇനി ഷൂട്ട് ചെയ്യാനുണ്ടോ? ഉണ്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബറിൽ തുടങ്ങും ഇസബെല്ല. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു 20% ഷൂട്ട് ചെയ്തു ഇസബെല്ല. കാരണം കുറച്ച് സബ് ലിങ്ക്സ് ഒക്കെ ഉണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ ഇത് ഇവർ തന്നെയാണ്, അങ്ങനെയാണ്. അതിന്റെ 1-2 വേറെ ആക്ടേഴ്സ് ഉണ്ട് ബോളിവുഡിനൊക്കെ. അത് ഇസബെല്ല കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ നമ്മളത് ചെയ്യാതിരുന്നത്, കുറച്ചും കൂടി ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസിൽ ചെയ്യേണ്ടതാണ്. ഇതൊരു ഇൻഡിപെൻഡന്റ് ടൈറ്റിൽ വന്നു, അത് കുറച്ചും കൂടി ഒരു ഇന്റർനാഷണൽ ടൈറ്റിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വരും ഇതിനേക്കാളും. ഡിസംബറിൽ തന്നെ ഷൂട്ട് തുടങ്ങും. ഡിസംബറിൽ തുടങ്ങും. ഈ കളക്ടർ ബ്രോയിലേക്ക് എങ്ങനെ എത്തുന്നത്? കളക്ടർ ബ്രോയിലേക്ക് എത്തുന്നത് രാജീവൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുള്ളി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്, ഒരു ഡ്രീം ഇൻ്റർപ്രിറ്റർ. അപ്പോൾ ഈ കഥാപാത്രം ശരിക്കും ഇയാൾ പറയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഒരു നല്ലൊരു ഇമേജ് വേണം. അപ്പോൾ നമുക്കൊരു വിശ്വാസകരമായിട്ടല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ രീതിയിൽ എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫേസ് വേണം. അപ്പോൾ ഒരു ആക്ടർ, ഒരു സ്ഥിരം കാണുന്നൊരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനല്ലാതെ നമ്മൾ അങ്ങനെയാണ് ബ്രോനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ബ്രോക്ക് ഞാൻ സിനോപ്സിസ് അയച്ചു കൊടുത്തപ്പോൾ തന്നെ ലെറ്റ്സ് ഡൂ ദിസ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എനിക്ക് ഒരുപാട് സംഭവങ്ങൾ വരാറുണ്ട്, പുള്ളിക്ക് അറിയണ്ടാവും, പുള്ളിക്ക് ഒരുപാട് ഇൻഡസ്ട്രി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ പുള്ളി കൺവിൻസിങ് ആയപ്പോൾ നമുക്ക് കുറച്ചും കൂടി എനർജി ആയിട്ടുണ്ടായിരുന്നു. മീൻസ് പുള്ളി മൂന്നാർ വന്നു, അത് കഴിഞ്ഞ് നൈനിത്താളിലേക്ക് വരുന്നു. പുള്ളി ആ സമയത്ത് സെബാറ്റിക്കലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ഞങ്ങളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അല്ലേ, അതായത് ഒരു ഫസ്റ്റ് ടൈം ആക്ടറാണെന്ന് തോന്നില്ല. നല്ല വൊക്കാബുലറി ഉണ്ട്, വോയിസ് മോഡുലേഷൻ പുള്ളിയുടെ ട്രെയിലറിൽ ഉണ്ടാവും, എൻഡിലൊരു ഡയലോഗൊക്കെ നന്നായിട്ട്. ഫ്രാൻസിൽ ക്യാൻസൽ ഉണ്ടായിരുന്നു, ബ്രോ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി മാത്രമാണ് എത്താൻ പറ്റിയത്. എല്ലാ ലൊക്കേഷനിലും പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളടുത്ത ചിത്രത്തിലും പുള്ളി തന്നെ കഥാപാത്രമായിട്ടുണ്ടല്ലോ.
പുള്ളിക്ക് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് അതെ നമുക്ക് അതെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ജോണറിലുള്ള സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ലെങ്കിൽ അത് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ്. അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൂടി പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് കോൺഫിഡൻസ് ആയിട്ടൊന്ന് പറയാനുള്ള കാര്യം, ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് വീണ്ടും പോയി കാണും. അതാണ് ഈ സിനിമയ്ക്കുള്ളൊരു പ്രത്യേകത. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ സിനിമ കാണണം. ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഇതൊരു സ്മോൾ സ്ക്രീനിലൊന്നും കണ്ടാൽ ഇതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൗണ്ടും ഇതിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ തിയേറ്ററിൽ മാത്രമേ സിനിമ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ റിലീസിൽ വരെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഒരുപാട് തിയേറ്റേഴ്സ് കൂട്ടുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എങ്ങനെയും നമുക്ക് മലയാളത്തിൽ സിനിമകൾ എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ സിനിമ കഥകളായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും നാളെ ഈ സിനിമ ഒരു ചേഞ്ച് ആയി കഴിഞ്ഞാൽ അവർക്കും പ്രൊഡ്യൂസേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടുത്തെ ഒരുപാട് ഫിലിം മേക്കേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയും കൂടി ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും. വിളി തിയേറ്ററിൽ തന്നെ പോയി കാണാം. പലപ്പോഴും സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് അപ്പോൾ ഒരു അഭിപ്രായം പറയും, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മറക്കും. പക്ഷേ ഈ സിനിമ ഈസ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ. ഈ സിനിമ കഴിയുമ്പോഴാണ് നമ്മൾ ആക്ച്വലി സംസാരിക്കാൻ തുടങ്ങുക. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേ ഡിസ്കഷൻസ് വരും, കുറേ അഭിപ്രായങ്ങൾ വരും, ഇൻ്റർപ്രിട്ടേഷൻസ് വരും. ആൻഡ് ഇറ്റ്സ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ ഫുൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി കാണാം. പിന്നെ ഇപ്പം മലയാളീസ് അല്ലാത്ത നോൺ മലയാളി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതിപ്പം റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ ഇത് റിലീസ് ആവുന്നുണ്ട്. ആൻഡ് GCCയിൽ 26 റിലീസുണ്ട്. ഓൾ ഇന്ത്യയിൽ ഇറ്റ്സ് റിലീസിങ് ഓൺ 25th. കേരളത്തിൽ 26th തന്നെയാണ്. സോ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ മലയാളം അറിയാത്ത ആരാണെങ്കിലും യു ക്യാൻ ഈസി ആയിട്ട് നമുക്ക് കൂടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഇത് ഇഷ്ടപ്പെടും. എല്ലാ ലാംഗ്വേജ് സ്പീക്കിംഗ് ആൾ, ബിക്കോസ് ഈ സിനിമയ്ക്കൊരു ബൗണ്ടറി ഇല്ല, ഇതിനൊരു സ്പേസ് ഇല്ല, ടൈം ഇല്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും എൻജോയ് ചെയ്യും. തീർച്ചയായിട്ടും. ശ്രുതി ഡെഫിനറ്റ്ലി പുള്ളി പറഞ്ഞ പോലെ ഇതിന് ലാംഗ്വേജ് ബാരിയേഴ്സ് ഒട്ടുമില്ല. ഈ ഒരു ഹോളിവുഡിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു തീമാണിത്, സയൻസ് ഫിക്ഷൻ ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. ഡെഫിനറ്റ്ലി ഒരു മലയാളി ടീമാണ് ഇതിനെ വർക്ക് ചെയ്തിരിക്കുന്നത് ആൻഡ് has made this completely. പക്ഷേ like I said, language barrier ഇല്ലാത്ത കാരണം anybody and everybody can go and watch. the universal concept ആണ്. It's first time ഇങ്ങനത്തെ ഒരു സിനിമ മലയാളം സിനിമ has attempted. So അതിനെ ഫുൾ സപ്പോർട്ട്, ഇതുവരെയായിട്ടും ഫുൾ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. ട്രെയിലേഴ്സും പേർലിയുടെ ഹൂ ആർ യു എന്ന ടൈറ്റിൽ ട്രാക്കും എല്ലാത്തിനും നല്ല നല്ല സപ്പോർട്ടുണ്ട്. സോ സിമിലർലി സപ്പോർട്ട് ചെയ്യണം ആൻഡ് എവറിബഡി ഗോ വാച്ച് ഇറ്റ്. ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ 4K സ്ക്രീനിങ്സ്, 4K ഇൻ വ്യൂയിങ് അല്ലേ, 4K പ്രൊജക്ഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ദ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. താങ്ക് യു. തീർച്ചയായിട്ടും ഇത് സിനിമയെ പ്രേമിക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഭാഷ വ്യത്യാസമൊന്നുമില്ലാതെ ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. എല്ലാവിധ ആശംസകളും 4 പേർക്കും. അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സിനിമാ വിശേഷമായി കാണുമ്പോൾ ബൈ ബൈ.